ആടുണ്ടോ, കോഴിയുണ്ടോ, പട്ടിയുണ്ടോ ഒന്നും ചിന്തിക്കേണ്ട. അതൊക്കെ അവിടെ ജീവിക്കുകയോ ചത്തുപോവോ ചെയ്താലൊന്നും കുഴപ്പമില്ല. അത് നിങ്ങൾ അതിൻ്റെ പുറകെ നടക്കേണ്ട പ്രായമല്ല. നിങ്ങളിങ്ങനെയൊക്കെ അടിപൊളി ജീവിതം നിങ്ങൾ നടത്തുക. മീറ്റിങ്ങുകളായിട്ട് ഭക്ഷണമായിട്ട് കളിയും ചിരിയൊക്കെ ആയിട്ട് അങ്ങനെ സന്തോഷത്തോടുകൂടെ നിങ്ങൾ ചെയ്യുക. ഞാൻ അവസാനം എല്ലാം പറയാറുണ്ട്, നമ്മൾ അവസാനം മരിച്ചു കിടക്കുമ്പോഴും ചമഞ്ഞ് കിടക്കണമെന്ന് പറയുന്ന പോലെ നിങ്ങൾ മരിച്ചു കിടക്കുമ്പോഴും ഒരു പുഞ്ചിരിക്കുന്ന മുഖത്തോടെ കിടക്കുമ്പോൾ ആച്ചമെന്ന് പറയും, ഈ ചേച്ചി നോക്കൂ, ഈ ചേച്ചി ഈ കണ്ട അധ്വാനിച്ചിട്ട് ചിരിച്ചുകൊണ്ടാണ് കിടക്കുന്നത്. ചിലത് കിടന്നുകൊണ്ട് കഴിഞ്ഞാൽ വളരെ പല്ലൊക്കെ കടിച്ച് പിടിച്ചെന്നില്ല. അപ്പൊ നമ്മള് അത് മനസ്സിങ്ങനെ ഈ മനസ്സാണല്ലോ, മുഖത്തിലൂടെയാണെന്നല്ല നമ്മൾ മനസ്സിലാക്കുന്ന മനസ്സിന്റെ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ. അപ്പൊ നമ്മളങ്ങനെ റിലാക്സ് ചെയ്ത് പോവുക. ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങൾ കാര്യവുമില്ല. നമുക്ക് ഇനിയിപ്പോൾ ഉള്ള ഈ സമയങ്ങളെല്ലാം അടിപൊളി ജീവിതമായിട്ട് നിങ്ങൾ അതിനെ കാണുക, ആസ്വദിക്കുക, സന്തോഷിക്കുക, പരസ്പരം നിങ്ങളുടെ ആശയവിനിമയം നടത്തുക. എല്ലാവിധ ദൈവാനുഗ്രഹവും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. ഈ കൂട്ടായ്മ ഇത്ര നന്നായിട്ട് ക്രമീകരിക്കുവാൻ ഇതിന് പിന്നെ പ്രവർത്തിച്ച എല്ലാവരെയും, ഭാരവാഹികളായിട്ടുള്ള എല്ലാവരെയും, ഇത് പങ്കെടുത്ത നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമുക്ക് ഈ കൂട്ടായ്മ മുടങ്ങാതെ തുടരാനായിട്ട് സാധിക്കണം. ബാഡ്മിൻ്റൺ കോർട്ട് സാറ് വന്ന് വരയ്ക്കാൻ വന്ന് ഞങ്ങളവിടെ വരച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇന്ന് കളി തുടങ്ങിക്കൊള്ളുക. ടേബിൾ ടെന്നീസിൻ്റെ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അമ്മമാർക്ക് ഷീട്ട് കാട് കളിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഓരോരോ സംവിധാനമൊക്കെ ഒരുക്കി വരുന്നുണ്ട്. അതിനെല്ലാം ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. താങ്ക് യു.